പാണയം സ്വദേശി വിപിൻ കുമാർ, കുളത്തൂപ്പുഴ 11 മൈൽ സ്വദേശി സുനിത എന്നിവരാണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മുദ്രാ ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് 3-അംഗ സംഘം കുളത്തൂപ്പുഴ, ചിതറ, കടക്കൽ മേഖലകളിലുള്ള സ്ത്രീകളുടെ അടുത്തെത്തി. സുനിതയും വിപിൻ കുമാറും രമ്യ എന്ന മറ്റൊരു യുവതിയും 10 ലക്ഷം മുതൽ 50 ലക്ഷം വരെ നിരവധി പേരിൽ നിന്നും അക്കൗണ്ട് വഴി കൈക്കലാക്കി. ലോണുകൾ അനുവദിക്കണമെങ്കിൽ ആദ്യം കുറച്ചു പണം ബാങ്കിൽ അടക്കണമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സംഘം പണം കൈക്കലാക്കിയത്. പണം നഷ്ടപ്പെട്ടവർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് തട്ടിപ്പ് സംഘം ഒളിവിൽ പോവുകയായിരുന്നു. സുനിതയുടെ കുളത്തൂപ്പുഴയിലെ വീടിനു മുന്നിൽ പണം നഷ്ടപ്പെട്ട സ്ത്രീകൾ പന്തൽ കെട്ടി സമരവും ആരംഭിച്ചു. നീതി കിട്ടിയെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഒരു തുടക്കം കുറിച്ചെന്ന് വെച്ചാൽ ഇപ്പം 3 പേരെ അറസ്റ്റ് ചെയ്തു. രമ്യയും സുമിതയും പിന്നെ വിപിൻ കുമാറെ അറസ്റ്റ് ചെയ്തു. ബിനുവിനെ കൂടി അറസ്റ്റ് ചെയ്യണം. പക്ഷെ ഇതിന്റെ പ്രധാന കണ്ണി എന്ന് പറയുന്നത് മല്ലികയാണ്. മല്ലികയെ കൂടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനിടെ പ്രതികളിൽ ഒരാളായ രമ്യയെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഇന്നലെ വിപിൻ കുമാറിനെ അഞ്ചലിൽ നിന്നും സുനിതയെ വിപിൻ കുമാറിന്റെ ഏരൂർ പാണയത്തെ വീട്ടിൽ നിന്നും പോലീസ് വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.